റെഡ്മിയുടെ റെഡ്മി 14C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 14C എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.88 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ വരിക. വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞതായിരിക്കാൻ തന്നെയാണ് സാധ്യത. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും ബ്ലൂ കളർ വേരിയന്റും അതുപോലെ തന്നെ ഗ്രീൻ കളർ വേരിയന്റും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫോണിന്റെ ബാക്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G91 എന്നുള്ള പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 10,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഈ ഒരു ഫോണിന്റെ വില നമുക്ക് ഈവൻ ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ്. പിന്നെ 5G സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുള്ളൂ. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണിൽ 5G സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 4GB റാമും 128GB ഇന്റർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 4GB റാമും 256GB ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. 3.5mm ഓഡിയോ ജാക്കൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ വരാനാണ് സാധ്യത. ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത് ഓക്കെയാണ്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസായിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ രണ്ടാമത് ഒരു സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്കൊരു 8 MP സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5160 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. ഇപ്പം 8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 31 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ദിവസം വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ പിന്നീട് ലോഞ്ച് ചെയ്തേക്കാം. കാരണം ഓൾറെഡി റെഡ്മി 13C ഒക്കെ അവൈലബിൾ ആണ്. അതിന്റെ സക്സസറായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നതായിരിക്കും. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 13C എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 8,000 രൂപയ്ക്ക് താഴേക്കായിട്ട് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മിയുടെ റെഡ്മി 14C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.